ഈശോയിലേറ്റവും എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന രംഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ഇവിടെ ഈ തളർവാദ രോഗിയുടെ സുഹൃത്തുക്കൾ ഇദ്ദേഹത്തെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈശോ അദ്ദേഹത്തോട് പറയുകയാണ്, നീ ടെൻഷൻ അടിക്കുന്നു വേണ്ട, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ചുറ്റും നിന്നിരുന്നവരൊക്കെ പിറുപിറുക്കുന്നുണ്ട്, ഈശോക്കെതിരായിട്ട് പിറുപിറുക്കുന്നുണ്ട്. അപ്പൊ ഈശോ പറയുകയാണ്, വ്യക്തമായിട്ട് പറയുകയാണ്, മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നീ നിന്റെ കിടക്കുകയും എടുത്ത് വീട്ടിലേക്ക് പോവുക എന്ന് പറയുകയാണ്. സഭ ഈ ഒരു സുവിശേഷ ഭാഗം ഇന്ന് നമുക്ക് വായിക്കാനായിട്ട് തരുന്നതിന്റെ പിന്നിൽ ലക്ഷ്യം ഈശോയ്ക്ക് പാപം മോചിക്കാനുള്ള അധികാരമുണ്ട് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും നോമ്പുകാലത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. നോമ്പുകാലത്തിൽ സഭ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന വലിയൊരു സുഹൃതം നമ്മുടെ പാപങ്ങളിൽ മേൽ അനുദപിക്കുക എന്നുള്ളതാണ്. പാപത്തിന്മേൽ അനുദപിച്ച് നമ്മൾ ആത്മാർത്ഥതയോടെ ഒരു കുമ്പസാരം കഴിക്കാനായിട്ട് സഭ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ സഭ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, നിന്റെ ദൈവത്തിന് നിന്റെ പാപങ്ങൾ മോചിക്കാനുള്ള അധികാരമുണ്ട്. ഇതേ ആശയം തന്നെ പൗലോസ്ലിയ ഇന്നത്തെ ലേഖനഭാഗത്തിൽ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. പൗലോസ്ലിയ നമ്മളോട് ചോദിക്കുകയാണ്, ഒരിക്കൽ നിങ്ങളുടെ അവയവങ്ങൾ നിങ്ങൾ പാപത്തിന് അടിമകളാക്കി വെച്ചിരുന്നു, ഇന്ന് ലജ്ജാകരമായി തോന്നുന്ന ആ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ഗുണം കിട്ടിയെന്ന് ചോദിക്കും. എന്നിട്ട് പൗലോസ്ലിയ നമ്മൾ ഉപദേശിക്കുകയാണ്, അതായത് ഒരിക്കൽ പാപത്തിന് അടിമകളാക്കി വെച്ചിരുന്ന നിങ്ങളുടെ അവയവങ്ങളെ ഇന്ന് നീതിക്ക് അടിമകളാക്കി ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് പൗലോസിനെ നമ്മൾ ഉദ്ബോധിപ്പിക്കുകയാണ്, നമ്മൾ ഉപദേശിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനഭാഗങ്ങൾ രണ്ടും വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഇതാണ്, എൻ്റെ ദൈവത്തിന് എൻ്റെ പാപങ്ങൾ മോചിക്കാനുള്ള അധികാരമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ നോമ്പുകാലത്തിലൂടെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ പാപങ്ങളിന്മേൽ മനസ്സരിച്ച് അനുദപിച്ച് ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാപമോചനം വാങ്ങിക്കാനായിട്ട് ഞാൻ ശ്രമിക്കണം. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ നോമ്പുകാലം അതിന് സഹായകരമാകട്ടെ. ഇത് നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്